ഹലോ, നമുക്കിന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് നമ്മുടെ പപ്പാമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, അമ്മായും ഏട്ടന്മാരും എല്ലാവരും കൂടി ഉള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ പപ്പാമ്മയും അമ്മായും പപ്പയും കൂടി നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ രാത്രിയാണ് ആദ്യം തീരുമാനിച്ചത് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന്. പറഞ്ഞു തിരിഞ്ഞ് വന്നപ്പോൾ എന്തോ വൈകുന്നേരമായി. അതുകൊണ്ട് ഇച്ചായനും അപ്പാപ്പനും പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഡെക്കറേഷനും പരിപാടിയും പെട്ടെന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. ഇനിയാണ് സമയം എടുക്കുന്ന പരിപാടി. എല്ലാവർക്കും കേക്ക് കൊടുക്കുക. അംഗസംഖ്യ കൂടുതലുള്ള വീടല്ലേ, അപ്പോൾ കേക്ക് കൊടുത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇവിടെ ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും നന്നായിട്ട് ആഘോഷിക്കും കേട്ടോ. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ടോ? ഇവിടെ എന്തായാലും ആഘോഷിക്കും. ഇത്രയും കാലം നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അവർ നമ്മളെ കൊണ്ടുവരണില്ലേ. ഇനി നമ്മളല്ലേ അവരെ സന്തോഷിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറ്റും പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഓരോരുത്തർ വന്ന് പപ്പാമ്മയ്ക്ക് കേക്ക് കൊടുക്കുന്നുണ്ട്. പപ്പാമ്മയും തിരിച്ച് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി എല്ലാവരും കേക്ക് കൊടുത്ത് കഴിയണം. കേക്ക് കൊടുത്തിട്ട് തീരുന്നില്ല, അത്ര ആളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പുക്കുട്ടൻ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ഷമയൊക്കെ നശിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അപ്പുക്കുട്ടൻ തുടങ്ങട്ടെ. ചേച്ചി നന്നായി അടിപൊളിയായിട്ട് പേക്കാക്കി കിടന്ന ബോക്സാണ്. ഇപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. ഇനി ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഗിഫ്റ്റ് കൊടുത്തതിന് ഇനി ലവിക്കുട്ടി ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ലവിക്കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ലവിക്കുട്ടി ഗിഫ്റ്റ് കൊടുത്തതിന് എല്ലാവരും ക്ലാപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ലവിക്കുട്ടി ഹാപ്പി ആയി കേട്ടോ. ഇനി എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തതിന് നേരെ ഫുഡ് കഴിക്കണം. അടുത്ത പരിപാടി. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നേരെ ഫുഡ് കഴിക്കണം. നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്പെഷ്യലായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കൽ. എന്നാലും പറയാൻ പറ്റില്ല എല്ലാവരും ഉണ്ടെന്ന്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കുക്ക് നേരത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് അങ്ങ് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.